ലഗേജ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് എവിടെ പോവാൻ. അതെ, തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നോക്കിയെല്ലാം നോക്കി ഓക്കെയാണ്. അങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ലിഫ്റ്റിൽ കയറി പിന്നെ നേരെ താഴത്തേക്ക്. അങ്ങനെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി സൽമാൻ ഭായിൻ്റെ ഡോഡ്ജുമായി വന്നിരിക്കാൻ. ഏതാ രസമല്ല വണ്ടി കാണാൻ. അങ്ങനെ സൽമാൻ ഭായി കാറിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ലഗേജൊക്കെ എടുത്തു. ഞാൻ എൻ്റെ ട്രോളിങ് കൊണ്ട് നേരെ സൽമാൻ ഭായിൻ്റെ ബാക്കിൽ പോയി. അങ്ങനെ സൽമാൻ ഭായി ഡിക്കിയൊക്കെ തുറന്നു. അങ്ങനെ അതിൽ നോക്കുമ്പോൾ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ സൽമാൻ ഭായി കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി വെച്ചു. ഇനി എൻ്റെ ലഗേജ് അതിൽ വെക്കണം. അങ്ങനെ ലഗേജൊക്കെ അതിൽ കയറ്റി നേരെ എയർപോർട്ടിലേക്ക്. ഇതാട്ടോ സൽമാൻ ഭായി. കൂടെ നമ്മുടെ സാബു അണ്ണനും കൂടിയുണ്ട്. അങ്ങനെ നേരെ എയർപോർട്ടിലെത്തി. അങ്ങനെ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു. അവർ നേരെ തിരിച്ചു പോയി. ഞാൻ അവരോട് ടാറ്റാക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് നേരെ എയർപോർട്ടിൽ കയറി. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ ക്ലിയറായി നേരെ ഗേറ്റിലേക്ക്. അങ്ങനെ കുറച്ച് നേരം ഗേറ്റിൻ്റെ അവിടെ ഇരുന്നു. സമയമായില്ല ഫ്ലൈറ്റിന്. അവസാനം നമ്മളെ ഫ്ലൈറ്റിന് സമയമായി. വിളിച്ചു, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് നേരെ നമ്മൾ ബസ്സിലാണ് കയറാൻ പോകുന്നത്. ഇവിടെ കുറച്ച് നേരം പോസ്റ്റായി. അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിലും കുറച്ച് നേരം പിന്നെയും പോസ്റ്റായി. അങ്ങനെ ബസ്സിൽ അവസാനം ആൾ ഫുള്ളായി. അങ്ങനെ ബസ് പതുക്കെ എടുക്കാൻ തുടങ്ങി. അത് കാണുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിട്ടാണ്. അതിന് തൊട്ടിപ്പുറത്തുള്ള ഫ്ലൈ ദുബായിലാണ് നമ്മൾ നിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. കൊച്ചിയിലൊക്കെ യാത്ര. അങ്ങനെ ബസ് നിന്ന് പതുക്കെ ഇറങ്ങി നേരെ ഫ്ലൈറ്റിലേക്ക്. ഫ്ലൈ ദുബായിൽ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് വെക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ലിവറിയാണ്. അപ്പുറത്തുള്ള ഫ്ലൈ ദുബായ് തന്നെയാണ്. അങ്ങനെ നേരെ ഫ്ലൈറ്റിനകത്ത് കയറി സീറ്റ് നോക്കാൻ തുടങ്ങി. എവിടെയും കുറച്ച് നേരം നിൽക്കേണ്ട അത് വന്നു. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഇതിൽ ഇൻസ്ട്രക്ഷൻ കാണിക്കാൻ തുടങ്ങി. ഇനി പതുക്കെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പോൾ ദുബായിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണുന്ന ബുർജ് ഖലീഫാട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അങ്ങനെ റൂട്ട് മാപ്പ് കാണിക്കാൻ തുടങ്ങി. അവസാനം കൊച്ചിയിലെത്താറായി. അങ്ങനെ ബാത്റൂം പോയി ഒന്ന് ഫ്രഷപ്പായി. അങ്ങനെ ബാത്റൂം ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അവസാനം നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ക്യൂ നിൽക്കുകയാണ് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. അവസാനം ഞാനും പുറത്തിറങ്ങി. അങ്ങനെയൊക്കെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ വഴി പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ലഗേജ് എടുക്കണം. ലഗേജിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു 5 മിനിറ്റ് നിന്നു. അങ്ങനെ ലഗേജിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അവസാനം ലഗേജ് കിട്ടി. അങ്ങനെ നേരെ പുറത്തിറങ്ങി. അങ്ങനെ കൊച്ചി എയർപോർട്ട് ബൈ ബൈ പറഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, സീ ബൈ.